ഇന്ന് നല്ലൊരു ഹെയർ ഡൈ തയ്യാറാക്കാം നമുക്ക്. അതിന് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 4-5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് ഇത് പകുതിയായിട്ട് വറ്റിച്ച് എടുക്കണം. ഇതിൻ്റെ ഈ തേയിലയുടെ കളറെല്ലാം ഇതിലേക്ക് ഇറങ്ങണം. നന്നായിട്ടൊന്ന് പകുതി ആക്കി എടുത്താൽ മതി. 1 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുത്താൽ മതി. ഗ്രാമ്പൂ ഇതിൽ ചേർത്തിരിക്കുന്നത്, ഗ്രാമ്പൂ നമ്മുടെ മുടിക്ക് കളർ തരുന്നൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ്. അതുകൂടാതെ ഈ ജലദോഷമോ അല്ലെങ്കിൽ നീർവീഴ്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഗ്രാമ്പൂ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഗ്രാമ്പൂ ഇട്ടിരിക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിത് ഒന്ന് ഊറ്റിയെടുക്കണം, അരിച്ചെടുക്കണം. നമുക്കിനി ഡൈ തയ്യാറാക്കാം. നമ്മുടെ മുടിക്ക് ആവശ്യമായ അത്രയും ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രത്തൻ ജ്യോത് പൗഡർ. ഇതിന് വേമ്പാലപ്പട്ട പൗഡർ എന്നാണ് പറയുന്നത്. വേമ്പാലപ്പട്ട അതിൻ്റെ പൗഡറാണിത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വേമ്പാലപ്പട്ട വാങ്ങാൻ കിട്ടും. അത് വാങ്ങി പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പൗഡറായിട്ടും വാങ്ങാൻ കിട്ടും. ഇത്രയും ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറിന് 1 ടീസ്പൂൺ വേമ്പാലപ്പട്ട ചേർത്താൽ മതിയാകും. അതിന് നല്ല കളറ് കിട്ടും വേമ്പാലപ്പട്ട ചേർത്താൽ. ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് ഈ വേമ്പാലപ്പട്ടയ്ക്ക്. അതുകൊണ്ട് നമ്മുടെ സ്കാൾപ്പിലെ ചൊറിച്ചിലും നമ്മുടെ തലയിലുള്ള ചൊറിച്ചിലും ഡ്രൈനസും ഒക്കെ പരിഹരിക്കും. തലയിലുള്ള ഇറിറ്റേഷൻ മാറും, ഡാൻഡ്രഫ് മാറും. ഇതിനൊക്കെ ഈ വേമ്പാലപ്പട്ട നല്ലതാണ്. മുടിയുടെ റൂട്ട്സിന് ബലം തരാനും ഈ വേമ്പാലപ്പട്ട നല്ലതാണ്. ഇത് നമുക്ക് എണ്ണയിൽ ഇൻഫ്യൂസ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ മെഹന്തി തയ്യാറാക്കുമ്പോൾ, ഈ ഹെന്ന പൗഡർ തയ്യാറാക്കുമ്പോൾ, ഹെന്ന തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ അതിലേക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഇത് കൊണ്ട് നമ്മൾ ഹെയർ ഡൈ ചെയ്താൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും. ഇത് ഈ കെമിക്കൽ ഡൈക്ക് പകരം ചേർക്കുന്ന കെമിക്കൽ ഡൈയുടെ ഒരു ആൾട്ടർനേറ്റീവാണ് ഈ വേമ്പാലപ്പട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഇത് ഫ്രഷായിട്ടുള്ളത് തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കണം. ഒത്തിരി പഴകിയതൊന്നും വാങ്ങരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച തേയില വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ച് 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറിന് 1 ടീസ്പൂൺ വേമ്പാലപ്പട്ട പൊടി ചേർത്താൽ മതിയാവും. ഇനി ഇതിനൊരു പ്രോസസ്സ് കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഒരു 4 മണിക്കൂർ ഇത് അടച്ച് വയ്ക്കാം. നാല് മണിക്കൂർ ആയി. നല്ല കറുപ്പ് നിറമായിട്ടുണ്ട്. ഇത് ഷാമ്പൂ ചെയ്ത് ഉണങ്ങിയ മുടിയിലും സ്കാൾപ്പിലും നന്നായിട്ട് അപ്ലൈ ചെയ്യണം. വേമ്പാലപ്പട്ടയുടെ പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ തലയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇറിറ്റേഷൻസ് ഒക്കെ മാറാൻ ഇത് വളരെ നല്ലതാണ്. ഇത് ബ്ലഡ് സർക്കുലേഷൻ, ഇതിൻ്റെ വേമ്പാലപ്പട്ട പൊടി ബ്ലഡ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്ത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. തലമുടി നന്നായിട്ട് വളരാനും മുടിക്ക് തിളക്കം കൊടുക്കാനുമൊക്കെ ഈ പൗഡർ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം മുടി ഹെയർ ഡൈ ചെയ്യണം എന്നുള്ളവരിങ്ങനെ ഹെന്ന പൗഡറിനോട് കൂടെ
ചേർത്ത് വേണം ഉപയോഗിക്കാൻ. അല്ലാത്തവർ അത് എണ്ണയിൽ ഇൻഫ്യൂസ് ചെയ്ത് ഉപയോഗിച്ചാലും നല്ലതായിരിക്കും. മുടിയുടെ ഗ്രോത്ത് നിന്നുപോയി, ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ മുടിയുടെ ഗ്രോത്ത് നിന്നുപോയെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഹെയർ ഡൈ, അപ്പോൾ നമ്മുടെ മുടി നരയ്ക്കാനും തുടങ്ങുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. മുടിയുടെ ഫോളിക്കിൾസിനെ ഇത് നറിഷ് ചെയ്ത് ബലമുള്ളതാക്കുകയും മുടി ശക്തിയോടെ വളരുകയും ചെയ്യും. ഇത് അപ്ലൈ ചെയ്ത് 2 മണിക്കൂറെങ്കിലും മുടിയും സ്കാൽപ്പും നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. ഷവർ ക്യാപ്പോ ടവലോ പോളിത്തീൻ ബാഗോ എന്തെങ്കിലും കൊണ്ട് മുടി നന്നായി കവർ ചെയ്ത് വെക്കണം. 2 മണിക്കൂറിന് ശേഷം ഇത് പ്ലെയിൻ വാട്ടറിൽ മുടി വാഷ് ചെയ്യണം. ഇത് ഇനി മുടി കറുപ്പാകണമെങ്കിൽ ഒരു പ്രോസസ്സ് കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ ചെയ്യാം. അപ്ലൈ ചെയ്ത് മുടി കഴുകിയ ശേഷം മാത്രമേ അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നീലയമരി പൗഡറാണ്. നീലയമരി ഉപയോഗിച്ച് കളർ കിട്ടുന്നില്ലെന്ന് പലരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അത് കളർ കിട്ടാത്തത് അവർ പ്രോപ്പറായിട്ട് അത് ഉപയോഗിക്കാത്ത കാരണമാണ്. നമ്മുടെ മുടിക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും നീലയമരി പൗഡർ എടുക്കണം. നമ്മൾ മെഹന്തി പൗഡർ എടുത്തതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഇതും എടുക്കാൻ ശ്രമിക്കണം. ഇത് രണ്ട് പ്രോസസ്സായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. 2 സ്റ്റെപ്പാണിത്. നീലയമരി പൗഡർ എടുത്തു, അത് മെഹന്തി നമ്മൾ 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ മുടിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വേണം എടുക്കാൻ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിടുന്നത് നമ്മുടെ ഇതിൻ്റെ ഈ നീലയമരിയുടെ കളർ നമ്മുടെ മുടിയിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ടാണ്. ഇതിനി മിക്സ് ചെയ്യേണ്ടത് വോം വാട്ടറിലാണ്. വോം വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ തൊട്ടാൽ ചെറിയ ചൂട് നമുക്ക് ഫീൽ ചെയ്യണം. ഇത് ഉപയോഗത്തിന് തൊട്ട് മുൻപ് മാത്രമേ ഇത് മിക്സ് ചെയ്യാവൂ. എണ്ണ ഇട്ട് മുടിയെല്ലാം വാഷ് ചെയ്ത് അതിന് ശേഷം പിന്നെ നമ്മൾ എണ്ണയൊന്നും പുരട്ടരുത്, ഷാമ്പൂ ഉപയോഗിക്കരുത്. അതിന് ശേഷം നമ്മൾ അതേ ദിവസം തന്നെ വേണമെങ്കിൽ ഇത് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. ഹെന്ന അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത ശേഷം നീലയമരി അന്നേരം തന്നെ ഉടനെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് ഉപ്പും ഒരു പിഞ്ച് ഉപ്പും വാം വാട്ടറും മതി. അത് രണ്ടും മിക്സ് ചെയ്ത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാനുള്ളൊരു പാകത്തിനിത് മിക്സാക്കി എടുക്കണം. ഇത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മുതൽ 20 മിനിറ്റ് വരെ ഇത് വയ്ക്കാം. അതിന് ശേഷം ഇത് മുടിയിൽ അപ്ലൈ ചെയ്യണം. ഇത് ഒത്തിരി നേരം ഇതിങ്ങനെ മിക്സ് ചെയ്ത് കുറേ നേരം വെച്ചിരുന്നാൽ ഇതിൻ്റെ പവർ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മുടെ മുടിക്ക് കളറ് കിട്ടത്തില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലർക്കും മുടിക്ക് കളറ് കിട്ടുന്നില്ലെന്നുള്ളൊരു കംപ്ലൈൻറ്റ് വരുന്നത്. ഇത് അപ്ലൈ ചെയ്ത് 1.5 മുതൽ 2 മണിക്കൂർ വരെ മുടി കവർ ചെയ്ത് വെക്കണം. അതുപോലെ പോളിത്തീൻ ബാഗോ ടവലോ ഷവർ ക്യാപ്പോ എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്ത് വെക്കണം. അതിന് ശേഷം ഇത് 1.5 മുതൽ 2 മണിക്കൂറിന് ശേഷം ഇത് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യണം. ഈ ഇൻഡിഗോ പൗഡർ, നീലയമരി പൗഡർ എന്നാണ് ഇൻഡിഗോ പൗഡർ എന്നും കൂടെ പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. ഇൻഡിഗോ പൗഡർ 100% പ്യുവർ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയ ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ. ഇത് ഇച്ചിരി പഴകിയ പൊടിയൊക്കെ ആണെങ്കിൽ നമുക്കിതിന് എഫക്റ്റ് കിട്ടത്തില്ല. അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് 48 മണിക്കൂറിന് ശേഷം, നിർബന്ധമായും 48 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ഷാമ്പൂ ചെയ്യാൻ പാടുള്ളൂ. ആദ്യത്തെ ദിവസം അപ്ലൈ ചെയ്ത് 2ാമത്തെ ദിവസം നമ്മുടെ മുടിക്ക് നല്ല കളർ, നല്ല ഡീപ്പായിട്ടുള്ള കറുത്ത കളർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുകൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടും ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ
വീണ്ടും കാണാം.